ഹലോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് എൻ്റെ ഒരു കുക്കിംഗ് വ്ളോഗാണ്. അതുപോലെ തന്നെ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എൻ്റെ ലഞ്ചും അതിൻ്റെ കുറച്ച് വിശേഷങ്ങളുമാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ചോറ് കഴിക്കണ്ട എന്ന് ഇരിക്കുകയായിരുന്നു. കാരണം 2-3 ദിവസമായിട്ട് ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് ചോറ് വേണ്ടാന്ന് വിചാരിച്ചു. പക്ഷേ അങ്ങനെ വേണ്ടാന്ന് വിചാരിച്ചിരുന്നപ്പോഴത്തേനും എനിക്ക് പെട്ടെന്ന് ഒരാഗ്രഹം തോന്നി. എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കറിയുണ്ട്, തക്കാളി സ്റ്റൂ എന്ന് പറഞ്ഞിട്ട്. ഭയങ്കര സിമ്പിളാണ്. ഇപ്പം അതിൻ്റെ റെസിപ്പി കേട്ടാൽ തോന്നും ഇത്രയേ ഉള്ളൂ എന്ന് തോന്നും. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്, പക്ഷേ എൻ്റെ ഫേവറേറ്റാണ്. അപ്പോൾ എനിക്ക് ഒന്നും എന്ന് വെച്ചാൽ കുറച്ച് ചൂട് ചോറും തക്കാളി സ്റ്റൂവും പപ്പടം പൊരിച്ചതും അതുപോലെ തന്നെ ഒരു മുട്ട പൊരിച്ചതും ഇത് മതി. ഇത് കൂട്ടി ഒരു ലഞ്ച് കഴിക്കാൻ തോന്നി. അപ്പോൾ സത്യം പറഞ്ഞാൽ ഫിഷ് ഫ്രൈ ചെയ്യാനുണ്ട്, ചിക്കൻ ഫ്രൈ ചെയ്യാനുണ്ട്, അതൊന്നും അല്ല. എനിക്ക് ഈ ഒരു കോമ്പിനേഷൻ, കാരണം ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ആഡ് ചെയ്താൽ ആ ഒരു കോമ്പിനേഷൻ, ആ ഒരു ടേസ്റ്റേ മാറിപ്പോവും. അപ്പം ഞാൻ ഇങ്ങനെ കഴിക്കുന്ന ഒരാളായിരുന്നു പണ്ട് മുതൽ. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചോറിൻ്റെ കൂടെ ഫേവറേറ്റ് ആയിട്ടുള്ള കറി എന്ന് പറഞ്ഞാൽ പപ്പടം പൊരിച്ചതും തക്കാളി സ്റ്റൂവും. ഇതുണ്ടെങ്കിൽ എനിക്ക് വേറെ ഒന്നും വേണ്ട. ഞാൻ എടുക്കാറുമില്ല കറികൾ, വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിലും എടുക്കാറില്ല. അപ്പോൾ എനിക്കെന്തോ ഒരു നൊസ്റ്റാൾജി അടിച്ചിട്ട് പെട്ടെന്ന് ആ ഒരു ഫുഡ് കഴിക്കാൻ തോന്നി. ഞാനാണെങ്കിൽ ആസ്വദിച്ച് കുക്ക് ചെയ്യുന്ന ആളാണ്. നല്ല മൂഡാണെങ്കിൽ നല്ല ആസ്വദിച്ച് ഫുഡ് കുക്ക് ചെയ്യുന്ന ആളാണ്. അതുപോലെ തന്നെ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്ന ആളുമാണ്. അപ്പോൾ അപ്പോൾ എനിക്കിന്ന് ഇതാണ് കഴിക്കാൻ തോന്നിയത്. അപ്പോൾ എൻ്റെ തക്കാളി സ്റ്റൂ ഓൾമോസ്റ്റ് ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റാക്കി സൈഡിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം അതിൻ്റെ കൂടെ എനിക്ക് പപ്പടം പൊരിച്ചതുമാണ് കൂട്ടാൻ തോന്നിയത്. അപ്പോൾ ഞാൻ പപ്പടവും പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് പപ്പടവും പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു തക്കാളി സ്റ്റൂവിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ഇതൊരു റെസിപ്പി വീഡിയോ അല്ല. ഞാൻ എൻ്റെ ഇന്നത്തെ ലഞ്ച്, ഞാൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ ലഞ്ചും അതുപോലെ തന്നെ അതിൻ്റെ വിളമ്പലും അതിൻ്റെ കഴിക്കലും ഒക്കെയാണ് ഈ വ്ളോഗിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം അതാണ്, അതൊരു കുക്കിംഗ് റെസിപ്പി ഞാൻ ഷെയർ ചെയ്യുന്നില്ല. പക്ഷേ ഞാൻ എൻ്റെ ഈ ഒരു തട്ടിക്കൂട്ട് ഒരു 5 മിനിറ്റ്സ് കറി ഉണ്ടല്ലോ, ഈ ഒരു ടൊമാറ്റോ കറി, അത് ഈ തക്കാളി സ്റ്റൂ എന്നാണ് ഇതിന് പറയുന്നത്. തക്കാളി കറി എന്ത് വേണേൽ പറയാം. ഞാനിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും. അതിനുശേഷം ഞാൻ കുറച്ച് സവോളയൊക്കെ കൂടുതലെടുക്കും. ഒരു 3-4 സവോള എടുക്കും, ഒരു 2-3 തക്കാളി എടുക്കും. ഉണ്ടാക്കുമ്പോൾ ഞാനങ്ങ് കൂട്ടി ഉണ്ടാക്കി വെക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്കിത് ചപ്പാത്തിക്കാണേലും ചോറിനാണേലും അതുപോലെ തന്നെ ദോശയ്ക്കാണേലും വെള്ളയപ്പത്തിനാണേലും ഒക്കെ എനിക്ക് തക്കാളി സ്റ്റൂ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കുമ്പോൾ അങ്ങ് കൂട്ടി ഉണ്ടാക്കും. പിന്നെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം തക്കാളി, സവോളയും പച്ചമുളകും കരിയാപ്പിലയും ഒരുമിച്ച് അങ്ങ് ഇട്ടു. കുറച്ച് ഉപ്പും ഇട്ട് അങ്ങ് അടച്ച് വെച്ച് വഴറ്റിക്കും. തക്കാളിയൊക്കെ തീരെ അങ്ങ് വഴണ്ട് പോകണ്ട. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഒരിച്ചിരി കടിക്കാനൊക്കെ കിട്ടണം സവോളയും തക്കാളി, ഇത്രേ ഉള്ളൂ. അപ്പോൾ സ്പൈസസ് ആയിട്ട് ഒന്നും ചേർക്കുന്നില്ല. എരിവിന് പച്ചമുളകും ചേർക്കും, പിന്നെ ഒരിച്ചിരി ആവശ്യത്തിന് ഉപ്പും ചേർക്കും. കടുക് പൊട്ടിക്കത്തില്ല. കടുക് പൊട്ടിക്കുന്നത് വേറെ ടേസ്റ്റാണ്. എൻ്റെ ഒരു കംഫർട്ടായിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ, ഒരു കംഫർട്ട് ഫുഡ്, അതാണ് ഞാൻ ഇന്ന് കഴിക്കുന്നത്. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല. കാരണം തക്കാളി ടൊമാറ്റോ എന്ന് പറയുന്ന വെജിറ്റബിൾ കഴിക്കുക പോലും ഇല്ലാതെ മാറ്റി നിർത്തിയിരിക്കുന്ന ആൾക്കാരെ എനിക്ക് ഒത്തിരി അറിയാം. കാരണം എൻ്റെ ഫേവറേറ്റ് വെജിറ്റബിൾ എന്ന് പറയുന്നത് തക്കാളിയാണ്. തക്കാളി കൂട്ടാത്ത, അതായത് തക്കാളി ഒറ്റ കാരണം വെച്ചാലും തക്കാളിയിൽ ഒരു ചെറിയ പീസ് പോലും കഴിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് തക്കാളിക്ക് ഒരുപാട് ലവേഴ്സും ഉണ്ട്, ഒരുപാട് എന്നാൽ അതുപോലെ ഹെയ്റ്റേഴ്സും ഉള്ള ഒരു വെജിറ്റബിളാണ് ടൊമാറ്റോ എന്ന് പറയുന്നത്. പിന്നീട് എനിക്ക് എന്ത് ചെയ്തു, ഒരു മുട്ട ഇതിൻ്റെ കൂടെ പപ്പടം പൊരിച്ചു, തക്കാളി സ്റ്റൂ ഉണ്ടാക്കി. പിന്നീട് എനിക്ക് തോന്നിയത് നല്ലൊരു എഗ് ഓംലെറ്റാണ്. വേറെ ഒന്നും വേണ്ട, എനിക്ക് അച്ചാർ വേണ്ട, ചമ്മന്തിപ്പൊടി വേണ്ട, ഒന്നും വേണ്ട. വീട്ടിൽ പല കറികൾ ഇരിപ്പുണ്ട്, എനിക്കൊന്നും വേണ്ട. എനിക്കിന്ന് തോന്നിയത് എനിക്കിതാണ് തോന്നിയത്. എനിക്ക് അങ്ങനെയാണ്. ഇങ്ങനെ ചില ദിവസങ്ങളിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് ഒരു കോംബോ തോന്നും. ആ ഒരു കോംബോ അത് കഴിച്ചെങ്കിൽ നമുക്ക് ഒരു ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും, ഒരു സന്തോഷമായിരിക്കും. അപ്പം നമുക്ക് ഫുഡ് ആസ്വദിച്ച് കുക്ക് ചെയ്യാനായിട്ട് നല്ല മൂഡാണെങ്കിൽ ഫുഡ് നല്ല രീതിയിൽ ആസ്വദിച്ച് കുക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ആസ്വദിച്ച് കഴിക്കാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ആസ്വദിച്ച് ഫുഡ് കഴിക്കുന്ന ഒരാളാണ് ഞാൻ. മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കാനും എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു ആളാണ് ഞാൻ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുകയാണ്. പിന്നെ എല്ലാം ഫ്രഷ്ലി പ്രിപ്പയർ ചെയ്യുകയാണ്. എല്ലാം പെട്ടെന്ന് തോന്നിയ ഒരു ആഗ്രഹമായിരുന്നു. ചോറ് ഉണ്ടെന്നായിരുന്നു ഇന്നത്തെ പ്ലാൻ. അതുകൊണ്ട് ചോറ് പോലും വെച്ചില്ല.
അപ്പോൾ ചോറ് വെച്ചില്ല, കുഞ്ഞുങ്ങൾക്ക് ഉണ്ടായിരുന്നു, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കുറച്ച് കഞ്ഞി വെച്ചു, അത് കൊടുത്തു. അതിനുശേഷം എന്താണ് കുറച്ച് കഞ്ഞി, കുഞ്ഞുങ്ങൾക്ക് ആകുമ്പോൾ കുറച്ച് കഞ്ഞി വെച്ചു, അത് കൊടുത്തു. എനിക്ക് ചോറുണ്ടായിരുന്ന ഒരു പ്ലാനും ഇല്ലായിരുന്നു, പെട്ടെന്ന് കയറിയ ഒരു ആഗ്രഹമാണ്. ഇക്ക ഓഫീസിലാണ്, ഇക്കക്ക് ലഞ്ച് ബോക്സൊക്കെ കൊടുത്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് എന്തെങ്കിലും വെച്ച് വിളമ്പി കഴിക്കാം. ഇപ്പം എനിക്കിപ്പോൾ ഒരു ചമ്മന്തി അരച്ചിട്ടാണെങ്കിലും ഇക്ക ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കണ്ട. ഒരു ചമ്മന്തി അരച്ചിട്ടാണെങ്കിലും ഉച്ചയ്ക്ക് ഞാൻ ഫുഡ് എനിക്ക് കഴിച്ചാൽ മതി. അപ്പോൾ ഇന്ന് എനിക്ക് എൻ്റെ ഇക്കാക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് ഈ തക്കാളിപരമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇക്ക ഉണ്ടെങ്കിൽ ഞാൻ ഇതൊന്നും അങ്ങനെ മെനക്കെട്ട് ഉണ്ടാക്കാറില്ല. അപ്പോൾ ഇന്ന് എന്താണേലും എനിക്ക് അടിപൊളിയായിട്ട് കുറച്ച് ചോറും തക്കാളി സ്റ്റൂവും മുട്ട പൊരിച്ചതും പപ്പടം പൊരിച്ചതും കൂട്ടി നല്ല അടിപൊളിയായിട്ടൊരു ലഞ്ച് കഴിക്കാനാണ് എനിക്കിന്ന് തോന്നിയത്. പിന്നെ സാറ സ്കൂൾ വിട്ട് വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വയറ് നിറച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കൊച്ച് ഉറക്കമാണ്. അതിനുശേഷം കൊച്ച് എണീറ്റ് കഴിഞ്ഞാൽ അവൾക്കും ഇത് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അവൾക്ക് ലഞ്ച് കുറച്ച് ലേറ്റായിട്ട് മതി. അപ്പോൾ എനിക്ക് കഴിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചോറിൻ്റെ ക്വാണ്ടിറ്റി ഇതിൽ കുറവോ ആയിരിക്കും ഞാൻ ചോറിൻ്റെ ക്വാണ്ടിറ്റി കഴിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കറികളായിരിക്കും കൂടുതൽ എടുക്കുന്നത്. റൈസിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്, അതും റൈസ് എന്ന് പറയുന്ന ആഴ്ചയിൽ 2-3 ദിവസം ഞാൻ ലഞ്ചായിട്ട് കഴിക്കത്തുള്ളൂ. ഡിന്നറിന് റൈസ് തൊടത്തേ ഇല്ല. അപ്പോൾ ലഞ്ചായിട്ട് ഞാൻ 2-3 ദിവസം റൈസ് കഴിക്കത്തുള്ളൂ. കഴിക്കുമ്പോൾ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഇന്നൊക്കെ കുറച്ചും കൂടെ ക്വാണ്ടിറ്റി ഉണ്ട്, ഇതിലും ക്വാണ്ടിറ്റി കുറയ്ക്കാനാണ് ഞാൻ എന്നും നോക്കുന്നത്. അപ്പോൾ നല്ല ചൂട് ചോറും കുറച്ച് തക്കാളി സ്റ്റൂവും നല്ല അടിപൊളി എഗ്ഗ് ഓംലെറ്റും പിന്നെ ഈ തക്കാളി സ്റ്റൂ ഉള്ളപ്പോൾ എനിക്ക് പപ്പടം 1-2 ഒന്നും പോരാ, ഒരു 3-4 ഞാൻ കഴിക്കും. എന്നും അങ്ങനെ പപ്പടമൊന്നും ഞാൻ ഒരുപാട് കഴിക്കത്തില്ല. പക്ഷേ എനിക്ക് ഈ തക്കാളി സ്റ്റൂ ഉള്ളപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത്, തക്കാളി ഇഷ്ടമുള്ളവർ ഈ കോമ്പിനേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതായത് ടൊമാറ്റോ ഇഷ്ടമുള്ളവർ മതി, ടൊമാറ്റോ ഇഷ്ടമില്ലാത്തവർ ഈ പരിപാടിക്ക് നിൽക്കരുത്. ഇതെന്ത് ഐറ്റമാണ്, ഇതാണോ ഇത്ര സംഭവം എന്ന് എന്നോട് നിങ്ങൾ ചോദിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തക്കാളി ഇഷ്ടമാണ്, തക്കാളി സ്റ്റൂ ഇഷ്ടമുള്ളവർ ഈ ഒരു കോമ്പിനേഷൻ ഒന്ന് ട്രൈ ചെയ്തോ. അപ്പം ഞാൻ അത് അടിപൊളിയായിട്ടുള്ള വളരെ ടേസ്റ്റ്, കൈയിടാൻ പറ്റുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ എല്ലാം ചൂടാണ്, സ്റ്റൂവും ചൂടാണ്, മുട്ട പൊരിച്ചതും ചൂടാണ്, പപ്പടവും ചൂട്, എല്ലാം ചൂട്. അപ്പം എന്നാൽ ഞാനിതാ ഓരോന്നോരോന്നായിട്ട് കഴിക്കുകയാണ്. ഒരു രക്ഷയില്ല കേട്ടോ. കംഫർട്ട് ഫുഡ് എന്നൊക്കെ പറയല്ലേ, അതാണിത്. എനിക്ക് കുറച്ച് കംഫർട്ട് ഫുഡ് കോമ്പിനേഷൻസ് ഉണ്ട്. നമ്മുടെ വെള്ളയപ്പം ഇല്ലേ, നല്ല ചൂട് വെള്ളയപ്പം, അതുപോലെ തന്നെ നമ്മുടെ തേങ്ങ ചമ്മന്തി ഉണ്ടല്ലോ, കട്ട ചമ്മന്തി, വത്തൽമുളകൊക്കെ പൊരിച്ച് സവോളയൊക്കെ പൊരിച്ച് കോരിയിട്ട് മിക്സിക്കകത്ത് അരയ്ക്കുന്ന നമ്മുടെ കട്ട ചമ്മന്തി ഉണ്ടല്ലോ, അതും വെള്ളയപ്പവും എൻ്റെ ഒരു കംഫർട്ട് ഫുഡാണ്. എനിക്ക് വീട്ടിൽ കുക്കിംഗ് ഒന്നും ഇല്ലാത്ത ദിവസം, ഇക്കാന്നും ഇല്ലാത്ത ദിവസം ഞാൻ ഉണ്ടാക്കി കഴിക്കുന്ന എൻ്റെ കംഫർട്ട് ഫുഡ്. പിന്നെ നമ്മുടെ ഗോതമ്പ് അടയും അതുപോലെ തന്നെ വത്തൽമുളക് ചമ്മന്തി. അങ്ങനെ എനിക്ക് എൻ്റേതായ എല്ലാവർക്കും ഉണ്ടായിരിക്കും, എല്ലാ ആളുകൾക്കും അവനവൻ്റേതായ കംഫർട്ട് ഫുഡുകളുണ്ടായിരിക്കും. ഇത്രയും നാൾ ഇരുന്ന് ചിന്തിക്കാത്തവരൊന്ന് ആലോചിച്ച് നോക്കുക, എൻ്റെ ഏറ്റവും കംഫർട്ടായിട്ടുള്ള ഫുഡ് എന്താണ് എന്ന് അവനവനൊന്ന് ആലോചിച്ച് നോക്കുക. എനിക്ക് നോ ഡൗട്ട് ഞാൻ എൻ്റെ കംഫർട്ട് ഫുഡും ഒക്കെ എൻജോയ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എനിക്കതുകൊണ്ട് ഡൗട്ടൊന്നുമില്ല. ഞാൻ എൻ്റെ കംഫർട്ട് ഫുഡ് കഴിക്കട്ടെ, വളരെ ടേസ്റ്റ്. ഇങ്ങനെയൊക്കെ കഴിക്കാൻ നമുക്ക് ഭയങ്കര സന്തോഷം, ഒരു സാറ്റിസ്ഫാക്ഷനാണ്. കാര്യം ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും നമുക്ക് നമ്മുടെ കംഫർട്ട് ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ കംഫർട്ടാവും, ഭയങ്കര കംഫർട്ടാവും. പിന്നെ എൻ്റെ കൊച്ചെണീറ്റപ്പം അവൾക്ക് മുട്ട പൊരിച്ചതും പപ്പടവും തക്കാളി സ്റ്റൂവും മാത്രം പോരാ, കുറച്ച് ചമ്മന്തിപ്പൊടിയും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ